ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഞാൻ അനുവാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അത് നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല കുറുകിയ മത്തിക്കറി അയിലക്കറിയൊക്കെ കിട്ടത്തില്ലയോ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിനെക്കാട്ടി വ്യത്യസ്തമായ ടേസ്റ്റിൽ നല്ല ഭംഗിയായിട്ടും. അപ്പോൾ അതുപോലത്തെ ഒരു മത്തിക്കറിയാണ്, അതായത് ചാള, നമ്മുടെ ഇവിടെ മത്തി എന്നാണ് പറയുന്നത്. മത്തിക്കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ കുറുകിയ മത്തിക്കറി ഇതുപോലിരിക്കും. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എന്തുമാത്രം കുറുകി നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റിയിൽ കിട്ടിയൊരു മത്തിക്കറിയാണ്. ഞാനിത് ഒരു പാത്രത്തിലോട്ട് വിളമ്പി കാണിക്കാവേ. അത് എന്തുമാത്രം അതിന് ആ ഒരു ഗ്രേവിക്കൊക്കെ നല്ല കുറുകിയിരിക്കുന്ന ഗ്രേവിയാണ്. അപ്പം നമുക്ക് വളരെ ടേസ്റ്റായിട്ട് നമ്മുടെ വീട്ടിൽ നിത്യവും കിട്ടുന്ന ഒരു മീനാണ് മത്തി. അപ്പം നമുക്ക് ആ കിട്ടുന്ന മത്തിയെ നമുക്ക് എത്ര ഭംഗിയായിട്ട് അടുക്കളയിൽ നല്ല ടേസ്റ്റോടു കൂടി ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ നമ്മുടെ വീഡിയോയിലോട്ട് പോവാണ്. അപ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഇത്രയും മത്തി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ മത്തി എല്ലാം ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ട് വെട്ടിയിട്ട് വരട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്കൊരു ചെറിയ പാത്രത്തിനകത്തോട്ട് ഒരു ഉണ്ട പുളി വേണേ, പിഴുപുളി വെള്ളത്തിലിട്ട് വെച്ചേക്കണേ. അത് നമുക്ക് മീനിൻ്റെ അരപ്പിനകത്ത് ചേർക്കാനുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പിടി കൊച്ചുള്ളി വേണം കേട്ടോ. ഒരു പിടി കൊച്ചുള്ളി വേണം. ഒരു തക്കാളി വേണേ. ഇതിപ്പോൾ ഒരു ചെറിയ തക്കാളി എൻ്റെ ഇരിക്കുന്നു. ഒരു തക്കാളി മതി, ഇച്ചിരി കൂടെ വലിപ്പമായാലും കുഴപ്പമില്ല കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ മീനെല്ലാം ഒന്ന് നല്ല വൃത്തിയായിട്ട് കഴുകി വെട്ടിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മീൻ നമുക്ക് കറി വെക്കാൻ വേണ്ടി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലോട്ടൊരു ചട്ടി വെക്കണം. ചട്ടി വെച്ചിട്ട് ചട്ടി ചെറിയൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. ഈ പച്ചവെളിച്ചെണ്ണ ഉപയോഗിക്കാവുള്ളൂ. നമ്മുടെ സൺഫ്ലവർ ഓയിലിനെക്കാട്ടി ടേസ്റ്റാണ് നമ്മുടെ പച്ചവെളിച്ചെണ്ണയ്ക്കാണ്. ഈ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിനകത്തോട്ട് ഈ തക്കാളി ഒന്ന് ചൂടാക്കി എടുക്കണം. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് വേവുന്ന ആ ഒരു ചെറിയൊരു ഒരു പരുവാകുമ്പോഴത്തേനും നമുക്ക് ഈ തക്കാളി അതിനകത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. എനിക്ക് ഇടയ്ക്ക് തീ ഒന്ന് ഓഫായിരുന്നു, ഞാൻ വീണ്ടും ഒന്ന് കത്തിയാണ്. അത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മളത് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കൊച്ചുള്ളി അത്രയും കൂടെ അതുപോലെ ഇട്ട് ഒന്ന് വാടുന്ന പരുവത്തിൽ, ചെറിയൊരു വാടുന്ന പരുവാകുമ്പോഴത്തേനും കൊച്ചുള്ളിയും കൂടെ നമുക്ക് അതിനകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാതെ. ഇപ്പം നമ്മുടെ ഉള്ളിയെല്ലാം ഒരുവിധം ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പം നമ്മൾ തക്കാളി എടുത്ത് മാറ്റിയായിരുന്നു. ഇനി നമുക്ക് ഈ ഉള്ളി ഇത്രയും കൂടെ ആ ഒരു വാടിയ പരുവാകുമ്പോഴത്തേന് നമുക്കെടുത്ത് ഒരു ചെറിയ പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കാതെ. എന്നിട്ട് ഇതൊന്ന് തണുക്കുന്ന ടൈമിൽ നമ്മളിത് മിക്സിയുടെ ജാറിനകത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ ആവശ്യമില്ല, എങ്കിലും തക്കാളിയുടെ ജ്യൂസ് ഉണ്ടല്ലോ, എങ്കിലും വെള്ളം വേണമെങ്കിൽ ഒരു ശകലം ഒഴിക്കാതെ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ പുളി ഒന്ന് പിഴിഞ്ഞ് വെക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ടൈമിൽ നമ്മുടെ പുളി അത്രയും ഒന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കണം. ആ പാത്രത്തിൽ തന്നെ പിഴിഞ്ഞ് വെക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളിയും അത്രയും വാട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് തണുക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് പിഴുപുളി ഒന്ന് കൈ വെച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടായാലും സാരമില്ല, ഒന്ന് പുരട്ടി അതിൻ്റെ ആ ഒരു പുളിയുടെ ഇതെല്ലാം കൂടെ നമ്മൾ പുരട്ടി ആ വെള്ളത്തിൽ തന്നെ വെച്ചേക്കണം. നമുക്കിത് മീനിൻ്റെ അരപ്പിനകത്ത് ഒഴിക്കാനുള്ളതാണ്. നമ്മൾ പുളി ഇവിടെ ചേർക്കുന്നത് പിഴുപുളിയാണ്. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് റെഡിയാക്കി മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ട്, അപ്പോഴത്തേന് ഉള്ളിയും തക്കാളിയും തണുത്തിട്ടുണ്ട്, അതെല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണേ. അപ്പം ഞാനിതൊന്ന് അരച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ചട്ടി ചൂടാക്കി അതിനകത്തോട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി, നമ്മൾ നേരത്തെ വാട്ടിയ എണ്ണ കിടപ്പുണ്ട്, എങ്കിലും കുറച്ചുകൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കടുക് പൊട്ടിക്കണേ. കടുക് പൊട്ടിച്ച് പിന്നെ വറ്റൽമുളക് ഇട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പൊടി ഐറ്റംസ്, നമ്മൾ മീൻ കറിക്ക് ചേർക്കുന്ന പൊടി ഐറ്റംസ് എന്തൊക്കെയാണോ അത് തന്നെയാണ്. ഇതിനകത്ത് പൊടി ഐറ്റംസിനൊന്നും യാതൊരുവിധ മാറ്റങ്ങളും ഇല്ല. നമ്മുടെ മീൻ കറിക്ക് ഉപയോഗിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, ഇത്രയും പൊടിയും കൂടെ നമ്മളിട്ട് ഈ എണ്ണയ്ക്കകത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണേ. ആ ഒരു ഒരു മണം മാറുന്നിട വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടിയുടെ അളവും കാര്യങ്ങളും എല്ലാം അവരവരുടെ ഇഷ്ടത്തിന്, അല്ലാതെ നമ്മൾ 1.5 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണും മല്ലിപ്പൊടി അങ്ങനത്തെ ഒരളവിലല്ല നമ്മൾ കറികൾ വെക്കുന്നത്. നമുക്കൊരളവുണ്ട്. അതിന് എന്തുമാത്രം നമ്മൾ മീനിൻ്റെ അളവനുസരിച്ചിട്ടായിരിക്കും പൊടിയുടെ അളവ് കൂടുന്നത്.
മീൻ കുറവാണെങ്കിൽ അത്രയും പൊടിയുടെ ആവശ്യമില്ല. അപ്പം നമുക്കറിയാം എന്തുമാത്രം പൊടി വേണമെന്നൊരു ഏതൊരു വീട്ടമ്മയ്ക്കും അറിയാം ഒരു കറി വെക്കുമ്പം അതിന് എന്തുമാത്രം പൊടിയും കാര്യങ്ങളൊക്കെ വേണമെന്ന്. അപ്പോൾ അതുപോലെ ഞാൻ ഇവിടെ അളവ് എനിക്ക് പറയുന്നില്ല. നമ്മുടെ ആവശ്യത്തിനുള്ള ആ ഒരു മീൻ കറിക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം എടുത്തിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി തീ ഏറ്റവും കുറച്ചിട്ടിട്ട് വേണം. അടുക്കി പിടിച്ച് കരിയാൻ നിൽക്കരുത്. തീ ഏറ്റവും കുറച്ചിട്ടിട്ട് വേണം. അല്ലെങ്കിൽ ഈ ഒരു ടൈം ആകുമ്പോൾ ചട്ടിക്ക് ചൂടാണെങ്കിൽ തീ ഓഫ് ചെയ്തിട്ടിട്ട് അതൊന്ന് ചൂടായി കിട്ടണം. വീണ്ടും തീ ഓണാക്കിയാലും മതി കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മളിതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തക്കാളിയുടെയും കൊച്ചുള്ളിയുടെയും ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റ് നമ്മളിതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ നമ്മൾ ആ പേസ്റ്റ് ഒഴിച്ച് ഒന്ന് അതിനകത്ത് ആ ഒരു പേസ്റ്റിൻ്റെ പച്ച ഒരു മണം മാറുമല്ലോ, അതുവരെ ഒരു സെക്കൻഡ് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് ആ പിഴിഞ്ഞ് വെച്ചിരുന്ന പുളിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പുളിവെള്ളം ഒഴിച്ച് നമ്മൾ കുറച്ച് ഉപ്പ്, നമ്മുടെ ആവശ്യത്തിന് പരുവത്തിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കും. നമ്മളിതൊന്ന് ഇളക്കിയിട്ട് ഇത് തിളയ്ക്കാൻ വെക്കണം. ഈ അരപ്പ് നല്ലപോലെ തിളയ്ക്കുന്ന ടൈമിൽ നമ്മൾ മീൻ ഇടാവുള്ളൂ അതിനകത്തോട്ടെ. പിന്നെ നമുക്കിതിനകത്ത് ഒരു ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തത് മാത്രം ഒന്ന് മിസ്സായിപ്പോയി കേട്ടോ. എന്നിട്ട് നമ്മൾ പുളിവെള്ളമാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. പുളിവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പിന്നെ നമ്മുടെ ഈ ജാറിനകത്തുള്ള ജാറിനകത്ത് നമ്മൾ ഗ്രേവി ആ ഒരു അരപ്പിട്ടതിന് ശേഷം ആ ജാറ് തന്നെ ഒന്ന് കഴുകി ആ വെള്ളവും കൂടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാതെ, അത്രയും വെള്ളമയോ അത്രയും മതി കേട്ടോ. പിന്നെ വെള്ളം വേണ്ട. നമ്മൾ ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെയേ ചെയ്യാവുള്ളൂ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഒരുപാട് ടേസ്റ്റ് കിട്ടത്തിലുണ്ട്. ഇത് ഞാനിപ്പം ആ ജാറൊന്ന് കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കും. ഉപ്പിടും, കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും, 2 കറിവേപ്പില തണ്ടും ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഇത് വെട്ടി തിളയ്ക്കുന്ന ടൈം ആകുമ്പോൾ മാത്രം മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു കറിയുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തീ ഒന്ന് തിള വന്നു കഴിയുമ്പോൾ ഈ ഒരു തിളയാകുമ്പോൾ നമുക്ക് മീൻ പെറുക്കിയിട്ട് കൊടുക്കാവേ. എന്നിട്ട് ആ ഒരു തിള വന്നു കഴിയുന്ന ടൈമിൽ നമ്മൾ തീ കുറച്ചിട്ടേക്കുക. വെന്ത് വറ്റിയെടുക്കണേ. അല്ലാതെ നമ്മൾ തീ കൂട്ടിയിട്ട് പറ്റിച്ചെടുക്കുകയല്ല. തീ ഏറ്റവും സിമ്മിലിട്ടിട്ട് ഇത് തിളച്ച് ആ ഒരു വേവിൽ പറ്റി ഈ ഒരു ചാറ് കുറുകി വരണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഞാൻ അരച്ച് ചെയ്തിട്ടില്ല. ഞാൻ മുളക് കറി വെച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയല്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് മത്തിയൊക്കെ നമ്മുടെ വീട്ടിൽ നിത്യം കിട്ടുന്ന മീനാണ് മത്തി, അയലയും ഇതുപോലെ വെക്കാം കേട്ടോ. ഇതിൻ്റെ ചേരുവകൾക്കൊന്നും മാറ്റമില്ല. അയലയും സെയിം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വെക്കാവേ. ഇപ്പം ദാണ്ട് ഇവിടെ നല്ലതുപോലെ തിളച്ച് കുറുകി നമ്മുടെ കറി ഏകദേശം വറ്റിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാൻ ചാറ് കണ്ടോ, ഈ ഗ്രേവിയുടെ തിക്നെസ് കണ്ടോ. ഇത് തന്നെ ഏറ്റവും നല്ല ടേസ്റ്റ്. നമ്മൾ ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട, ഇത് മാത്രം മതി നമുക്ക് കഴിക്കാനും. ഞാൻ കഴിച്ച് നോക്കിയതാണ്, അത്ര ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ നമുക്ക് 2 കറിവേപ്പിലയുടെ തണ്ടൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞ് നമുക്ക് മാറ്റി വെക്കാവേ. ഇതിപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് ഇതിൻ്റെ ഒരു ഗ്രേവിയുടെ ആ ഒരു തിക്നെസ് കാണിക്കാൻ വേണ്ടി മാത്രം ഞാനൊരു പ്ലേറ്റിലോട്ട് ഇതൊന്ന് സെർവ് ചെയ്ത് കാണിച്ചു തരാവേ. ഇത്രയും കട്ടിയുണ്ട് കണ്ടോ, ഇത്രയും തിക്നെസ് ഉണ്ട് നമ്മുടെ ആ ഗ്രേവിക്ക്. മത്തിക്കറി സൂപ്പറാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരെല്ലാം എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന കുക്കിംഗ് വീഡിയോസ് ആയാലും ബ്യൂട്ടി ടിപ്സ് ആയാലും എൻ്റർടൈൻമെൻ്റ് ആയാലും എന്തായാലും ആ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.